ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. ആദ്യത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള അക്കങ്ങൾ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ അക്കങ്ങളാണ് തന്നിട്ടുള്ളത് ക്ലോക്കിൽ? 12 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ 12 കഴിഞ്ഞാൽ നമ്മൾ 1, 2 എഴുതി ചേർക്കണം. പിന്നെ 3 ഉണ്ട്, 4, 5. 6 തന്നിട്ടുണ്ട്, 7, 8. പിന്നെ 9 അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ 10, 11 ഇത്രയുമാണ് എഴുതി ചേർക്കേണ്ടത്. ഇനി നമ്മളോട് 4 മണി അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിനിറ്റ് സൂചി 12ലും മണിക്കൂർ സൂചി 4ലും വരച്ചു ചേർക്കണം. സമയം കാണിക്കാൻ ക്ലോക്കിൻ്റെ സൂചി വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അനു എണീക്കുന്നത് രാവിലെ 6 മണിക്കാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത്, അവിടെ മിനിറ്റ് സൂചി തന്നിട്ടുണ്ട്, 12ലാണ് നിൽക്കുന്നത്. 6 മണി എന്ന് പറയുമ്പോൾ നമ്മൾ മണിക്കൂർ സൂചി 6ലേക്ക് വരച്ചു ചേർക്കണം. അടുത്തത് 6 മണിക്കും 8 മണിക്കും ഇടയിലുള്ള സമയം വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 6നും 8നും ഇടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് 7 മണിയാണ് അല്ലേ? മണിക്കൂർ സൂചി 7ലേക്ക് വരച്ചു ചേർക്കണം. ഇനി പറയുന്നത്, അനു രാവിലെ ഭക്ഷണം കഴിച്ചത് 8 മണിക്കാണ്. അപ്പോൾ 8 മണി വരച്ചു ചേർക്കാൻ എന്ത് ചെയ്യണം? 8ൽ മണിക്കൂർ സൂചി വരച്ചു ചേർക്കണം. അടുത്തത്, അനുവിൻ്റെ ക്ലാസ് കഴിഞ്ഞത്, സ്കൂളിൽ ക്ലാസ് കഴിഞ്ഞത് 4 മണിക്കാണ്. അപ്പോൾ അത് വരച്ചു ചേർക്കണം. അടുത്തത്, അനു ഉറങ്ങാൻ കിടന്നത് രാത്രി 9 മണിക്കാണ്. അപ്പോൾ 9 മണി എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 12ലും മണിക്കൂർ സൂചി 9ലും. ഓർഡറിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. 12 മണി, 1 മണി, 2 മണി. ഇനി 3 മണി, 4 മണി, 5, 6, 7, 8, 9, 10, 11 വരെ വരയ്ക്കണം. ഇനി വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോക്കിൽ നൽകിയിരിക്കുന്ന സമയത്തിന് 3 മണിക്കൂർ മുമ്പുള്ള സമയം വൃത്തം വരയ്ക്കുക. ഏതാണ് സമയം തന്നിരിക്കുന്നത് ക്ലോക്കിൽ? 6 മണിയാണ് അല്ലേ? അപ്പോൾ അതിന് 3 മണിക്കൂർ മുമ്പുള്ളത്, 6 മണിക്ക് 1 മണിക്കൂർ മുമ്പ് 5 മണി, 2 മണിക്കൂർ മുമ്പ് 4 മണി, 3 മണിക്കൂർ മുമ്പ് 3 മണി. അപ്പോൾ വട്ടം വരയ്ക്കേണ്ടത് 3 മണിക്കാണ്. ക്ലോക്കിൽ തന്നിരിക്കുന്ന സമയം കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞാൽ എത്രയായിരിക്കും? ക്ലോക്കിൽ തന്നിരിക്കുന്നത് 10 മണിയാണ് അല്ലേ? 10 മണി കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ 11, 2 മണിക്കൂർ കഴിഞ്ഞാൽ 12, 3 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും 1 മണി, 4 മണിക്കൂറാവുമ്പോൾ 2 മണി. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 7 മണിക്ക് ഫ്ലൈറ്റ് പുറപ്പെട്ടു. ഡൽഹിയിലെത്തിയത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഡൽഹിയിലെത്തിയ സമയം വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 7 മണി കഴിഞ്ഞാൽ പിന്നെ 8, 9, 10. 10 മണിക്കാണ് ഡൽഹിയിൽ എത്തിയത്. വൈകിട്ട് 6 മണിക്ക് ഇലയട റെഡിയായി. പക്ഷേ പാചകം തുടങ്ങിയത് 2 മണിക്കൂർ മുൻപാണ്. അപ്പോൾ എപ്പോഴായിരിക്കും പാചകം തുടങ്ങിയത്? 6 മണിക്ക് റെഡിയായി, അതിന് 2 മണിക്കൂർ മുൻപ് എന്ന് പറയുമ്പോൾ 4 മണി. കലണ്ടറിൽ നിന്നും കണ്ടെത്തൂ. താഴെ തന്നിരിക്കുന്ന കലണ്ടർ നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജനുവരി 2026 കലണ്ടറാണ്, കണ്ടില്ലേ? 31 ദിവസങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് ഏത് വർഷത്തെ കലണ്ടറാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. 2026 ഏത് മാസമാണ്? ജനുവരി അല്ലേ? ഈ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? 31. അതുപോലെ തന്നെ ഈ മാസത്തിലെ അവസാനത്തെ ദിവസവും തീയതിയും എഴുതണം. ഏതാണ്? 31 ശനിയാഴ്ച. എത്ര വ്യാഴാഴ്ചകളുണ്ട് ഈ മാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 വ്യാഴാഴ്ചകളാണ് ഉള്ളത്. 1, 8, 15, 22, 29. അതുപോലെ തന്നെ എത്ര ഞായറാഴ്ചകളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. 4 ഞായറാഴ്ചകളാണ്. ഏതൊക്കെ തീയതികളിലാണ്? 4, 11, 18, 25. ജനുവരി 2026 ആഴ്ചകളിൽ ഏത് ദിവസങ്ങളാണ് കൂടുതൽ വരുന്നത്? ഏതൊക്കെയാണ്? വ്യാഴം, വെള്ളി, ശനി.
വ്യാഴം 5 എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളിയും ശനിയും ഒക്കെ 5 വീതം വരുന്നുണ്ട്. മാസങ്ങൾ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ബോക്സിലേക്ക് ഇറക്കി എഴുതണം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ വർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ്? ജനുവരി. അവസാനത്തെ മാസമോ? ഡിസംബർ. അതുപോലെ തന്നെ 10ാമത്തെ മാസം ഏതാണ്? ഒക്ടോബർ. അതുപോലെ തന്നെ 8ാമത്തെ മാസം കഴിഞ്ഞു വരുന്ന മാസം ഏതാണ്? ഓഗസ്റ്റ് ആണ് 8ാമത്തെ മാസം. അത് കഴിഞ്ഞു വരുന്ന 9ാമത്തെ മാസം സെപ്റ്റംബർ. അതുപോലെ തന്നെ 6ാമത്തെ മാസത്തേക്കാൾ മുൻപുള്ള മാസം ഏതാണ്? 6ാമത്തെ മാസം ജൂൺ ആണ് അല്ലേ? അപ്പോൾ മെയ്. വർക്ക്ഷീറ്റ് 71 ഉത്തരം എഴുതണം. ഒരു കലണ്ടറാണ് തന്നിരിക്കുന്നത്. ഫെബ്രുവരി 2026. നോക്കൂ, ഫെബ്രുവരിയിൽ 28 ദിവസങ്ങളാണ് ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാസങ്ങളിൽ ഏറ്റവും കുറവ് ദിവസങ്ങളുള്ളത് ഫെബ്രുവരിയിലാണ് എന്ന്. കറണ്ട് ബില്ലടക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അത് ഏത് ഡേറ്റാണ് എന്നാണ് ചോദിക്കുന്നത്. 6-ാം തീയതി. കണ്ടില്ലേ? പക്ഷേ സീമ കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട് മറന്നു. അടച്ചത് 13-ാം തീയതിയാണ്. അപ്പോൾ എത്ര ദിവസം വൈകിട്ടാണ് അടച്ചത്? 7 ദിവസം. 6-ാം തീയതി അടച്ചില്ല. 7, 8, 9, 10, 11, 12, 13 അല്ലേ? 8ാമത്തെ ദിവസമാണ് പിന്നെ അടച്ചത്. അപ്പോൾ 7 ദിവസം വൈകി. ഫെബ്രുവരി 2026 എത്ര ദിവസങ്ങളുണ്ട്? 28. അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയത് ഫെബ്രുവരി 13-നാണ്. അവസാനിച്ചത് 21-നാണ്. അപ്പോൾ എത്ര ദിവസമാണ് ഉത്സവം? 13-ന് ആരംഭിച്ചു അല്ലേ? 13, 14, 15, 16, 17, 18, 19, 20, 21. 9 ദിവസം. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത കുറച്ച് വർക്ക്ഷീറ്റുകളാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം എത്രയാണ് എന്ന് എഴുതാനാണ്. ഈ വർക്ക്ഷീറ്റും അതുപോലെ തന്നെയാണ്. എത്രയാണ് സമയം എന്ന് എഴുതണം. അടുത്ത വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം, ഈ മാസം, അടുത്ത മാസം. ഈ മാസം നവംബർ ആണെങ്കിൽ കഴിഞ്ഞ മാസം ഏതാണ്? അടുത്ത മാസം ഏതായിരിക്കും? അതുപോലെ തന്നെയാണ് ഇന്നലെ, ഇന്ന്, നാളെ. ഇന്ന് ബുധനാഴ്ചയാണെങ്കിൽ ഇന്നലെ ഏത് ദിവസമായിരിക്കും? നാളെ ഏത് ദിവസമായിരിക്കും? തന്നിരിക്കുന്ന സമയം ക്ലോക്കായിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? അടുത്തത് ഏത് സമയമാണ് കറക്റ്റ് അത് എഴുതണം. നെക്സ്റ്റ് യോജിപ്പിച്ച് വരയ്ക്കാനാണ്. ഇതിൽ സമയം വരയ്ക്കാനാണ്. ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം എത്രയാണ് എന്നുള്ളതിന് നേരെ വട്ടമിടണം. ഇതും അതുപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ എണീക്കുന്ന സമയം, അതുപോലെ തന്നെ കുളിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, സ്കൂളിലേക്ക് പോകുന്ന സമയം, പഠിക്കുന്ന സമയം, കളിക്കുന്ന സമയം എല്ലാം ക്ലോക്കിൽ അടയാളപ്പെടുത്തണം. 2026 ജനുവരിയിലെ കലണ്ടറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്നാണ് മന്നം ജയന്തി? ദിവസവും തീയതിയും എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിപ്പബ്ലിക് ഡേ എന്നാണ്? ഏതാണ് ദിവസം? അതുപോലെ തന്നെ അതിൻ്റെ തീയതിയും എഴുതണം. ഈ മാസത്തിൽ കൊടുത്തിരിക്കുന്ന അവധി ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്യണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്